ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. മക്കളെ, നമ്മളെ +2 ഫിസിക്സ് എൻസിആർടി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷനാണ്. നമ്മളെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്, അതായത് എക്സസൈസ് 1.23. അപ്പോൾ ഇതേതാ കോൺസെപ്റ്റ് എന്നും ഈ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിക്കുക. നമുക്ക് ഫോളോ അപ്പ് ചെയ്യുക. കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ട് തന്നെ ചെയ്തുതരാം. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. നിങ്ങൾ +2 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം മറന്ന് പോകരുത്. ഡബിൾ വാല്യൂഷൻ കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുക. പ്രോബ്ലംസ് എന്തായാലും വരും, അത് നല്ല ലെവൽ വരും. അത് എൻസിആർടി എക്സസൈസ് എന്നാണ് കൂടുതൽ വരാനുള്ള ചാൻസും. അപ്പോൾ നമുക്ക് ടൈം കളയണ്ട. എന്താണ് ആ ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കളെ. 2 large thin metal plates are parallel and close to each other. On their inner faces, the plates have surface charge densities of opposite signs and of magnitude 17 into 10⁻² -22 coulomb per meter square. What is electric field? അതിൽ എ പാർട്ട് എന്താണ്? ഇൻ ദ ഔട്ടർ റീജിയൻ ഓഫ് ദ ഫസ്റ്റ് പ്ലേറ്റ്. അതിൽ ബി പാർട്ട് ഇൻ ദ ഔട്ടർ റീജിയൻ ഓഫ് ദ സെക്കൻഡ് പ്ലേറ്റ്. ആൻഡ് സി പാർട്ട് എന്താണ്? ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ 3 ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ കണ്ട്, ആ 3 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ട കേസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതുപോലെ നല്ല പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ എത്തിക്കുക. കോൺസെപ്റ്റ് വൈസ് പ്രാക്ടിക്കൽ വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്, കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാമല്ലോ. പറയുന്നത് 2 ലാർജ് തിൻ മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്യാം. 2 മെറ്റൽ പ്ലേറ്റ്സ് ഞാൻ ഒന്ന് റഫായിട്ട് ഇങ്ങനെ വരക്കാം. അപ്പോൾ ഇങ്ങനെയാണ് 2 ലാർജ് പാരലലായിട്ടുള്ള തിൻ മെറ്റൽ പ്ലേറ്റ്സ് ഉള്ളത്. നമുക്കൊരു കാര്യം ചെയ്യണം. ഇവനെ ഫസ്റ്റ് വൺ എന്ന് വിളിക്കാം. ഒന്നാമത്തെ പ്ലേറ്റ് ഇതാണ് കേട്ടോ നമ്മൾ രണ്ടാമത്തെ പ്ലേറ്റ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ 3 റീജിയൻ ഉണ്ട്. ഒരു മിനിറ്റ് അതങ്ങനെ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു കാര്യം ചെയ്യാം. വെയിറ്റ്. ഓക്കെ, ഒന്നാമത്തെ ആൾ ഇതാണ്. ഫസ്റ്റ് എ എന്ന് വിളിക്കട്ടെ. ഞാൻ എ എന്ന് വിളിക്കാം. ഇവനെന്ത് വിളിക്കാം? ബി എന്ന് വിളിക്കാം. കാരണം ഇത് എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്ലേറ്റ് തന്നെയാണ്. ബി രണ്ടാമത്തെ പ്ലേറ്റിനെ തൽക്കാലം കൊടുത്തു നിൽക്കാൻ എനിക്ക് ഇവിടെ ഒന്നെന്ത് കൊടുക്കണം? ഇതാണ് റീജിയൺ 1 എന്ന് കൊടുക്കാം. കാരണം എ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നമ്മൾ ഒന്നാമത്തെ പ്ലേറ്റിൻ്റെ ഔട്ടർ റീജിയനിലുള്ള ഇത് കണ്ടുപിടിക്കണം. പിന്നെയോ രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ അതാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്ലേറ്റിൻ്റെ ഔട്ടർ. ഇതാണ് നമ്മൾ ബി പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ 2 നാട്ടോ കൊടുക്കുന്നത്. ബി പാർട്ടാണ്, ഇവിടെയാണ് ബി പാർട്ട് വരുന്നത്, ഔട്ടർ റീജിയൻ. പിന്നെ മൂന്നാമത്തെ ആൾ ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പം സി പാർട്ട് ഇൻ ബിറ്റ്വീൻ അത് ഞാൻ 3 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതാണ് എ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇവനാണ് ബി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇവനാണ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ആണ് സി പാർട്ട് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, വേറെ സീനൊന്നുമില്ല. അപ്പോൾ എ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരിക്കും? അതായത് ഇവിടെ എന്തായിരിക്കും മക്കളെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക? കാരണം അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? വളരെ സിമ്പിളായുള്ള കാര്യമാണല്ലേ. ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ എന്തായാലും ഒരേപോലെയുള്ള സർഫേസ് ചാർജ് ഡെൻസിറ്റി വരുന്ന പ്ലേറ്റുകളാണ്. പക്ഷേ ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡ്. പക്ഷേ ഓപ്പോസിറ്റ് എന്താണ്? ഓപ്പോസിറ്റ് പൊളാരിറ്റിയാണ്, ഓപ്പോസിറ്റ് സൈൻസ് ആണ്. അതായത് ഇത് പോസിറ്റീവ് പ്ലേറ്റ് ആണ്, ഇവൻ ആരാണ്? നെഗറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ ഔട്ടർ റീജിയണിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. കാരണം അവിടെ നെറ്റ് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല ആ ഒരു ഭാഗത്ത്. അത്രയേ ഉള്ളൂ. അതായത് ഈ ഭാഗത്ത് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0. എപ്പോഴാണ്? പോസിറ്റീവ് നെഗറ്റീവ് പ്ലേറ്റുകളെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും ആണെങ്കിൽ അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ലാത്ത രീതിയിൽ നമുക്ക് കോമ്പറ്റീവ് എക്സാം വരാറുണ്ട്. 2 പ്ലേറ്റും പോസിറ്റീവ്, 2 പ്ലേറ്റ് നെഗറ്റീവ്, അങ്ങനെ വരാറുണ്ട്. ആ കേസിൽ അങ്ങനെയല്ല വരിക. അപ്പോൾ പോസിറ്റീവും നെഗറ്റീവും പ്ലേറ്റുകളാണെങ്കിൽ ഔട്ടർ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0. കാരണം അവിടെ നെറ്റ് ചാർജ് എൻക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ശ്രദ്ധിക്കണം, ആ കേസിൽ മാത്രമാണ് നെറ്റ് ചാർജ് എൻക്ലോസ് ചെയ്യാതിരിക്കുക. അത് നമ്മൾ ചില സമയങ്ങളിൽ ഞാൻ നോർമലി ക്ലാസ്സിലൊക്കെ എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാണ്ട് ഇലക്ട്രിക് ഫീൽഡ് പരസ്പരം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകുന്നത് കൊണ്ടാണ്. ഈ ഭാഗത്ത് ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ ഇങ്ങനെ വരക്കാറുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങോട്ട് ഉണ്ടാവുക. അതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അങ്ങനെയും പ്രസൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഔട്ടർ റീജിയനിൽ 2 പ്ലേറ്റിൻ്റെയും ഔട്ടർ റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ടാണ് പോവുക. എപ്പോഴാണ്? ഈക്വൽ മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് സൈൻസ് വരുന്ന സർഫേസ് ചാർജ് ഡെൻസിറ്റിയുള്ള പ്ലേറ്റുകളെ സംബന്ധിച്ചിടത്തോളമാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ബിറ്റ്വീൻ ദ പ്ലേറ്റ്, അതായത് നമ്മളിപ്പോൾ പിന്നെ കൊടുത്ത് സി അല്ലെങ്കിൽ മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദ പ്ലേറ്റ്, ഒരു പ്ലേറ്റ് തരുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? അത് പഠിച്ചിട്ടുണ്ടാവണം. ഇതേതാ കോൺസെപ്റ്റ്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് മെറ്റാലിക് പ്ലെയിൻ ഷീറ്റുമായി ബന്ധപ്പെട്ട് ഗോസസ് ലോൻ്റെ ആപ്ലിക്കേഷനിൽ വരുന്ന കാര്യമാണ്.
അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് മക്കളെ? ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ 2ε0. അതിനെ പോയിന്റിൽ ഏതെങ്കിലും ഡിസ്റ്റൻസിനൊന്നും ഡിപ്പെൻഡ് ചെയ്യില്ല. ഒരാൾ മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു മെറ്റാലിക് പ്ലേറ്റ് മാത്രമേ ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യാത്തേ ഉള്ളൂ. ഇപ്പോൾ വയറിൻ്റെ കേസിലാണെങ്കിൽ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അതുപോലെ തന്നെ സ്ഫിയറിൻ്റെ കേസിലാണെങ്കിൽ 1/r² പ്രൊപ്പോർഷനിൽ, അല്ലെങ്കിൽ r² ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. പക്ഷേ മെറ്റാലിക് പ്ലേറ്റിൽ ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേറ്റ് തരുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് മക്കളെ? സിഗ്മ ഡിവൈഡഡ് ബൈ 2ε0. ഇവിടെ ഒരു പ്ലേറ്റ് മാത്രമാണോ? അല്ല. ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് പോയാൽ എത്ര പ്ലേറ്റ് ഉണ്ട്? 2 പ്ലേറ്റ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ 2 പ്ലേറ്റ് വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് എത്ര വരിക? 2 പ്ലേറ്റ് ആവുന്ന സമയത്ത്, അതായത് ബിറ്റ്വീൻ ദ പ്ലേറ്റ് വരുന്ന സമയത്ത് രണ്ടാളുടെയും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. സോ 2 ടൈംസ് സിഗ്മ ഡിവൈഡ് ബൈ 2ε0. ഈ 2 പരസ്പരം ക്യാൻസൽ ചെയ്ത് പോയിട്ടാ ഇലക്ട്രിക് ഫീൽഡ് എത്ര കിട്ടും? ഈസ് ഈക്വൽ എത്ര കിട്ടും മക്കളെ? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 എന്ന് കിട്ടും. ഇനി നമ്മൾ വാല്യൂസ് കൊടുത്താൽ, അപ്പോൾ ബിറ്റ്വീൻ ദ പ്ലേറ്റ് വരുമ്പോൾ ഇത് പഠിച്ചു നോക്കുക. പോസിറ്റീവും നെഗറ്റീവും പ്ലേറ്റ് വരുന്ന സമയത്ത് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ്? സിഗ്മ ഡിവൈഡഡ് ബൈ ε0 ആണ്. ഇത് വന്ന വഴി ഞാൻ കാണിച്ചു, ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0. എന്താണ് സിഗ്മ എന്ന് പറഞ്ഞാൽ? സർഫേസ് ചാർജ് ഡെൻസിറ്റി ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, 17 ആണ്. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്താൽ മതി. 17 ആണെന്ന് ഞാൻ ആദ്യം വായിച്ചിട്ടുണ്ടായിരുന്നു. 17 × 10⁻⁻22 കൂളോം പെർ മീറ്റർ സ്ക്വയർ ആണ്. ε0ൻ്റെ വാല്യൂ എത്രയാണ്? 8.85 അല്ലെങ്കിൽ 8.854 × 10⁻⁻12 ആണല്ലോ. ഇതാണ് നമ്മുടെ ε0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എത്ര ആൻസർ വരിക? എന്താണ്? 17 × 10⁻22. അത് സിഗ്മയാണ്. ε0ൻ്റെ വാല്യൂ 8.85 അല്ലെങ്കിൽ 8.854 × 10⁻12. ഇത് ചെയ്യുന്ന സമയത്ത് ആൻസർ വരിക, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ ഇതാണ്. 1.9 × 1.9 ശേഷം 2 മറ്റോ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമില്ല. 1.9 × 10⁻10 ന്യൂട്ടൺ പെർ കൂളോം. 1.9 × 10⁻10 ന്യൂട്ടൺ പെർ കൂളോമാണ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് അവിടെ ഉണ്ടാവുക. ഈ കേസിൽ സർഫേസ് ചാർജ് ഡെൻസിറ്റി മാറുന്നതനുസരിച്ച് മാറും. അതുകൊണ്ട് മക്കൾ നീ ഇക്വേഷൻ ഓർമ്മിക്കണം, ഏതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. ഓരോ ക്വസ്റ്റിനോട് ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യുക. എന്ത് ടഫ് ആയിക്കോട്ടെ, ഷുവർ ആ ഗ്യാരണ്ടി പറയുന്നത് ബെറ്റ് വെക്കുന്ന മക്കൾ നിങ്ങൾക്ക് ഒരു വസ്തു കിട്ടാതിരിക്കില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നൈസായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ടോപ്പിക്കിൻ്റെ റിവിഷൻ ചെയ്യണോ? ഇൻസ്റ്റൽ എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്തോ. അതിലൊരു ഒരു പാർട്ടായിട്ട് ഞാൻ എന്ത് ചെയ്യുക, ഒരു പാർട്ടായിട്ട് ഞാനും കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്തു തരാം. കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബേസ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ടോപ്പിക്ക് ഇങ്ങനെ റിവൈസ് ആവുകയും ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് വേറെ സജഷൻ ഓൺ എക്സാമുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ സിലബസോ ടോപ്പിക്സോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് എക്സസൈസ് തീരുകയാണ്. അതിലൊരു ആദ്യത്തെ ഭാഗത്ത് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് തിയറി ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ ന്യൂമറിക്കൽ സെഷൻസും ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തിരുന്നത് നിർബന്ധമായിട്ടും കാണാം. നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യേണ്ടത്? സെക്കൻഡ് ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഇടയിൽ +1 എക്സസൈസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഇടയിൽ മറ്റേ നിങ്ങൾ +1 ജൂനിയേഴ്സിന് വേണ്ടിയിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം മക്കളെ. നെക്സ്റ്റ് സെഷൻ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.